നമസ്കാരം. നമ്മുടെ രാജ്യത്ത് വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനുള്ള ജനങ്ങളുടെ വിമുഖതയെല്ലാം മാറി വരികയാണ്. പച്ച നമ്പർ പ്ലേറ്റിലുള്ള വാഹനങ്ങൾ ഇന്ന് സാധാരണ കാഴ്ചയായിട്ടുണ്ട്. നിരത്തിലിറങ്ങുന്ന ഇവികളിൽ ഭൂരിഭാഗവും പക്ഷേ ഇലക്ട്രിക് ടൂ വീലറുകളാണ്. IC എഞ്ചിൻ വാഹനങ്ങളെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണെന്നതും ചാർജിംഗ് സൗകര്യങ്ങൾ വികസിച്ചു വരുന്നതേയുള്ളൂ എന്നതിലും തന്നെയാണ് ഇപ്പോഴും ഇവികളുടെ ജനാധിപത്യവൽക്കരണത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ പെട്രോൾ ഇരുചക്ര വാഹനങ്ങളെക്കാൾ പ്രവർത്തന ചെലവ് വളരെ കുറവായതിനാൽ പലരും സ്വമേധയാ ഇവികളിലേക്ക് മാറുന്നുണ്ട്. വിശേഷ അവസരങ്ങളിൽ ബ്രാൻഡുകൾ നൽകുന്ന ഓഫറിൽ വാങ്ങുമ്പോൾ പലപ്പോഴും ഇലക്ട്രിക് ടൂ വീലറുകൾ പെട്രോൾ വാഹനങ്ങളുടെ അതേ വിലയിൽ കിട്ടാറുണ്ട്. 2024 വർഷം വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വർഷം നിരവധി ഗുണനിലവാരമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിപണിയിൽ എത്തിയിരുന്നു. വ്യത്യസ്ത ഉപഭോക്തൃ ആവശ്യങ്ങൾ പരിഗണിച്ച് മുൻനിര കമ്പനികൾ പുറത്തിറക്കിയ മോഡലുകളിൽ പലതും ഇന്ന് ജനപ്രിയമാണ്. ഈ വർഷം പുറത്തിറങ്ങിയ മികച്ച 5 ഇലക്ട്രിക് ടൂ വീലറുകളെ പരിചയപ്പെടാം. ആദ്യത്തേത് ഏത്തർ റിസ്തയാണ്. യുവാക്കളെ ആകർഷിക്കുന്ന സ്റ്റൈലിഷും ശക്തവുമായ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാത്രം വെച്ചിരുന്ന ഏത്തർ കുടുംബങ്ങളെ കയ്യിലെടുക്കാൻ ഈ വർഷം അവതരിപ്പിച്ച സ്കൂട്ടറാണ് ഏത്തർ റിസ്ത. കുടുംബത്തിലെ എല്ലാവർക്കും ഓടിക്കാം എന്നതുകൊണ്ടാണ് ഇതിനെ ഫാമിലി സ്കൂട്ടർ എന്ന് വിളിക്കുന്നത്. വലിയ സീറ്റ്, വലിയ ബൂട്ട് സ്പേസ്, പുതിയ 7-ഇഞ്ച് TFT ഡിസ്പ്ലേ എന്നിവ സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട്. ഏത്തർ റിസ്തയുടെ പ്രാരംഭ വില 1.10 ലക്ഷം രൂപയാണ്. എക്സ്ഷോറൂം വിലകളാണിത്. അടുത്തത് ബജാജ് ചേതക് 35 ആണ്. ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ ഏറ്റവും ഒടുവിലായി വിപണിയിൽ അവതരിപ്പിച്ച ഇലക്ട്രിക് സ്കൂട്ടറാണ് ചേതക് 35 സീരീസ്. സാധാരണ ബജാജ് ചേതക് സ്കൂട്ടറിൽ നിന്ന് അല്പം വ്യത്യസ്തമായ രൂപത്തിലും പുതിയ കളർ ഓപ്ഷനുകളുമായാണ് ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിച്ചത്. ചേതക് 35 ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വേരിയന്റ് ടച്ച് സ്ക്രീൻ ഡാഷ്ബോർഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബജാജ് 35 സീരീസിന്റെ എക്സ്ഷോറൂം വില തുടങ്ങുന്നത് 1.20 ലക്ഷം രൂപ മുതലാണ്. അൾട്രാ വയലറ്റ് F77 Mark II ആണ് അടുത്തത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ബ്രാൻഡായ അൾട്രാ വയലറ്റ് തങ്ങളുടെ F77 മോഡല് പുറത്തിറക്കിയിരുന്നു. ഈ വർഷം അൾട്രാ വയലറ്റ് F77 ബൈക്ക് മോഡലിന്റെ പുതുതലമുറ പതിപ്പായ F77 Mark II വിപണിയിൽ എത്തിയിരുന്നു. F77 ഇലക്ട്രിക് ബൈക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ F77 Mark II മോഡലിന് കൂടുതൽ പവർ, 10 ലെവൽ ബ്രേക്ക് സജ്ജീകരണം, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങി നിരവധി ആവേശകരമായ സവിശേഷതകൾ ലഭിക്കുന്നുണ്ട്. അൾട്രാ വയലറ്റ് F77 Mark II EVയുടെ വില വരുന്നത് 2.99 ലക്ഷം രൂപ മുതലാണ്. TVS iQube ആണ് അടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നായ iQube ഈ വർഷം TVS നവീകരണത്തിന് വിധേയമാക്കിയിരുന്നു. മാത്രമല്ല, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം iQube സ്കൂട്ടറിന്റെ ST വേരിയന്റും അവതരിപ്പിച്ചു. iQube ST വേരിയന്റിന് 3.2 kWh, 5.5 kWh എന്നിങ്ങനെയുള്ള 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളുണ്ട്. 1.17 ലക്ഷം രൂപ മുതലാണ് iQubeന് വില തുടങ്ങുന്നത്. ടോപ്പ് സ്പെക് iQube ST 5.1 kWh വേരിയന്റിന് 1.85 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഹീറോ വിഡ V2 ആണ് അടുത്തത്. ഹീറോയുടെ ഇലക്ട്രിക് സബ് ബ്രാൻഡായ വിഡ ഈ വർഷം V2 ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു വിഡ V1 ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയത്. V2 ലൈറ്റ്, V2 പ്ലസ്, V2 പ്രോ എന്നിങ്ങനെ 3 വേരിയന്റുകളിൽ ഇത് വാങ്ങാനാകും. വിഡ V2 ലൈറ്റിന്റെ വില വരുന്നത് 96,000 രൂപയാണ്. ടോപ്പ് സ്പെക് V2 പ്രോ വാങ്ങാൻ 1.35 ലക്ഷം രൂപ മുടക്കണം. എക്സ്ഷോറൂം വിലകളാണിത്. ഈ മുൻനിര കമ്പനികളുടെ ഏറ്റവും മികച്ച മോഡലുകൾ മാത്രമാണിത്. കൂടാതെ നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഡസൻ കണക്കിന് EVകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കുറഞ്ഞ വിലയും കൂടുതൽ റേഞ്ചും നൂതന ഫീച്ചറുകളുമുള്ളവ ഇലക്ട്രിക് ടൂ വീലർ വിഭാഗത്തെ പുനർനിർണ്ണയിക്കാൻ എത്തിയവരാണ്.